സിമ്പിൾ ആയിട്ടുള്ളൊരു താരതമ്യം നോക്കാം. അടുത്തടുത്ത് രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. രണ്ടിലും ഹസ്ബൻഡ്, വൈഫ്, ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി, അങ്ങനെ 4 പേരാണുള്ളത്. രണ്ട് കുടുംബത്തിലെയും ഭർത്താക്കന്മാർ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരാണ്. ഒരു കുടുംബത്തിലെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ മറ്റേ കുടുംബത്തിലെ ഭാര്യ ജോലിക്ക് പോകുന്നില്ല. ഈ ഭാര്യ ജോലിക്ക് പോകാത്ത കുടുംബത്തിൽ ആൺകുട്ടിയെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പഠന കാര്യത്തിൽ അത്ര ശ്രദ്ധയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവൾ എന്നൊരു കോൺസെപ്റ്റിലാണ് അവളെ വളർത്തുന്നത്. അമ്മയെ പോലെ വീട്ടുജോലിയൊക്കെ എഫിഷ്യന്റായി ചെയ്തു തീർക്കുന്ന ഒരു സ്ത്രീയായി അവളെ മാറ്റുന്നതിലാണ് ആ കുടുംബത്തിന് താല്പര്യം. എന്നാൽ ഭാര്യ ജോലിക്ക് പോകുന്ന കുടുംബത്തിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പഠന കാര്യത്തിൽ ഒരുപോലെ ശ്രദ്ധ കൊടുത്താണ് വളർത്തുന്നത്. മകനെ പോലെ തന്നെ മകൾക്കും വലുതാകുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ കഴിയണമെന്ന കാര്യത്തിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമുണ്ട്. അതുപോലെ മകനും മകളും വീട്ടിലെ പണികൾക്ക് ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന കാര്യത്തിലും അവർക്ക് നിർബന്ധമുണ്ട്. ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ മക്കളെ വളർത്തുന്നത്. അപ്പൊ ഈ രണ്ട് കുടുംബങ്ങളുടെയും കാര്യത്തിൽ മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ സെയിം ആണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഏത് കുടുംബമായിരിക്കും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുക എന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ സൂപ്പർ സ്മാർട്ട് ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കോമൺ സെൻസ് മതി. ഈ രണ്ട് കുടുംബങ്ങളിലെയും ഹസ്ബൻഡ്സിന് എന്തെങ്കിലും പറ്റിയെന്ന് കരുതുക. പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അപകടം കാരണം ജോലിക്ക് പോകാൻ പറ്റാതെയാവുക. ആ ഒരു സാഹചര്യത്തിലും ഏത് ഫാമിലിക്കായിരിക്കും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുക എന്നതും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വൈഫ് ജോലിക്ക് പോകുന്ന കുടുംബത്തിനായിരിക്കും. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊരു ഹൈപ്പോതെറ്റിക്കൽ സംഭവമല്ലേ, റിയൽ ലൈഫിൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന്. അത് തെറ്റായ ചിന്തയാണ്. നമ്മൾ ഈ രണ്ട് കുടുംബങ്ങളെയും രണ്ട് രാജ്യങ്ങളായി കാണുകയാണെങ്കിൽ, ആ കുടുംബങ്ങളിലെ സ്ത്രീകളെ ആ രണ്ട് രാജ്യങ്ങളിലെ വിമൻ പോപ്പുലേഷനായി കാണുകയാണെങ്കിൽ, പല പഠനങ്ങളും കാണിക്കുന്ന കാര്യം ഒരു രാജ്യത്തിലെ സ്ത്രീകൾ ആ രാജ്യത്തെ വർക്ക് ഫോഴ്സിൽ കൂടുന്നതിനനുസരിച്ച് ആ രാജ്യം സാമ്പത്തികമായും സാമൂഹികമായും മെച്ചപ്പെടുമെന്നാണ്. തീർച്ചയായും ഈ ഒരു ഫാക്ടർ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ പുരോഗതി നിർണ്ണയിക്കുന്നത്. സ്വാഭാവികമായും നല്ല അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടവും മോശം പോളിസികളുമാണ് ഒരു രാജ്യത്തിനുള്ളതെങ്കിൽ ഇനി എല്ലാ സ്ത്രീകളും വർക്ക് ഫോഴ്സിൽ ഉണ്ടെങ്കിലും ആ രാജ്യം സാമ്പത്തികമായും സാമൂഹികമായും മെച്ചപ്പെടണമെന്നില്ല. എന്നാൽ സ്ത്രീകളുടെ ശതമാനം വർക്ക് ഫോഴ്സിൽ കൂടുന്നത് തീർച്ചയായും രാജ്യത്തിന്റെ പുരോഗതി നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ്. നമുക്ക് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ രണ്ട് രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയ രാജ്യമായി മാറുന്നത്. അപ്പോൾ പാകിസ്ഥാനെ അപേക്ഷിച്ച് ബംഗ്ലാദേശ് ഒരു ദരിദ്ര രാജ്യമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയിലുണ്ടായ മാറ്റം പലരും പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. 2022 ബംഗ്ലാദേശിന്റെ GDP $460 ബില്യൺ ആണ്. പാകിസ്ഥാന്റേത് $374 ബില്യൺ മാത്രമാണ്. അതേ വർഷം ബംഗ്ലാദേശിന്റെ GDPയുടെ വളർച്ചാ നിരക്ക് 7.1%, പാകിസ്ഥാന്റേത് 4.7%. ഇനി GDP പെർ ക്യാപിറ്റ എടുത്താൽ 2022 ബംഗ്ലാദേശിന്റേത് $2,688, പാകിസ്ഥാന്റേത് $1,589. 2021 ഫോറിൻ റിസർവിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശിന്റേത് പാകിസ്ഥാനെ അപേക്ഷിച്ച് ഡബിൾ ആയിരുന്നു. ഇനി സാമൂഹിക സൂചികകളിലേക്ക് വന്നാൽ 2021 ബംഗ്ലാദേശിലെ ശരാശരി ആയുർദൈർഘ്യം 72 വയസ്സും പാകിസ്ഥാന്റേത് 66. അതുപോലെ ശിശുമരണ നിരക്ക് ബംഗ്ലാദേശിൽ 1000 പേർക്ക് 25, പാകിസ്ഥാനിൽ അത് അതിന്റെ ഇരട്ടിയിലും കൂടുതലായ 59 ആയിരുന്നു. ഇനി നമ്മുടെ ചോദ്യം, പാകിസ്ഥാനെ അപേക്ഷിച്ച് ബംഗ്ലാദേശിൽ ഉണ്ടായ പുരോഗതിയും സ്ത്രീകൾ വർക്ക് ഫോഴ്സിൽ കൂടുതലായി വന്നതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നതാണ്. തീർച്ചയായും ഉണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. 1996 ബംഗ്ലാദേശിൽ സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 15.8% മാത്രമായിരുന്നു. എന്നാൽ 2022 ആയപ്പോൾ അത് 38% ഉയർന്നു. പക്ഷെ പാകിസ്ഥാന്റെ കേസിൽ അത് 2022 വെറും 21%. അതിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രിയുള്ള സ്ത്രീകളിൽ വെറും 25% പേര് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വളർച്ചയിൽ കാര്യമായി സഹായിച്ചത് അവിടുത്തെ റെഡിമെയ്ഡ് ഗാർമെന്റ് ഇൻഡസ്ട്രിയാണ്. അതിൽ കൂടുതലും ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. ബംഗ്ലാദേശിലെ 3 കോടിയിലധികം സ്ത്രീകൾ അവിടെയുള്ള മൈക്രോ ക്രെഡിറ്റ് സ്ഥാപനങ്ങളുടെ ക്ലയൻസ് ആണ്. വേൾഡ് ബാങ്കിന്റെ ഒരു പഠനം അനുസരിച്ച് ബംഗ്ലാദേശിലെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസീസ് കാരണം 2003 നിന്ന് 2016 എത്തിയപ്പോൾ സ്ത്രീകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 10% കൂടുകയും അത് രാജ്യത്തിന്റെ ഓവറോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീകളെ കൂടുതൽ വർക്ക് ഫോഴ്സിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഗുണം സ്ത്രീകൾക്ക് മാത്രമല്ല എന്നതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുടുംബങ്ങളുടെ കേസിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റിയാൽ വൈഫ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ജോലി കാരണം രക്ഷപ്പെടുന്നത് മകൾ മാത്രമായിരിക്കില്ല, മകനും കൂടിയായിരിക്കും. ബംഗ്ലാദേശിൽ സ്ത്രീകൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കൊണ്ട് എത്ര കുട്ടികൾ, അതിന് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി സൗദി അറേബ്യയുടെ കാര്യം നോക്കിയാലും 2016 നിന്ന് 2022 എത്തിയപ്പോൾ അവിടുത്തെ ലേബർ ഫോഴ്സിലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഡബിൾ ആയിട്ടുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് അത് അവരുടെ എക്കണോമിയെ സ്ട്രോങ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ സൗദി അറേബ്യയുടെ ഓപ്പോസിറ്റായി എടുക്കാവുന്ന ഉദാഹരണമാണ് ഇന്നത്തെ താലിബാന്റെ അഫ്ഗാനിസ്ഥാൻ. 2017 21% സ്ത്രീകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 2022
2023 ആയപ്പോൾ വെറും 4.83% കുറഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് അത് അവരുടെ GDP 5% കുറയ്ക്കും. താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് മേലുള്ള ഒപ്രഷനും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ വർക്ക് ഫോഴ്സിലെ പാർട്ടിസിപ്പേഷനെയും കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത് കേട്ട മെറിൽ സ്ട്രീപ്പിന്റെ ഈ ഒരു സ്പീച്ച് കേൾക്കേണ്ടതാണ്. In 1971, I graduated from college. That year, women in Switzerland were granted the right to vote. Women in Afghanistan, of course, had enjoyed that right already for half a century. Women in Afghanistan received the vote in 1919. The way that this culture, this society has been upended is a cautionary tale for the rest of the world. In the 70s, most of the civil servants were women. Over half the teachers, doctors, there were women jurists, lawyers, in every profession. And then the world upended. And today, in Kabul, a female cat has more freedoms than a woman. A cat may go sit on her front stoop and feel the sun on her face. She may chase a squirrel into the park. A squirrel has more rights than a girl in Afghanistan today because the public parks have been closed to women and girls by the Taliban. താലിബാനിലെ ആണുങ്ങൾ അവിടുത്തെ സ്ത്രീകളെ ഒപ്രസ് ചെയ്യുന്നതിലൂടെ അവരവിടെയുള്ള സ്ത്രീകളുടെ മാത്രമല്ല മൊത്തം രാജ്യത്തിന്റെ ഭാവി തന്നെ കുപ്പത്തൊട്ടിയിലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറാന്റെ കാര്യം എടുക്കുക. ഇപ്പോൾ ഉയർന്നു വരുന്ന AI ടെക്നോളജി കൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി ചെയ്യാൻ കഴിയും? പലരും അത് ചെയ്യുന്നുമുണ്ട്. AI ഉപയോഗിച്ച് ക്യാൻസർ നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് വരെ പലരും പഠിക്കുന്നുണ്ട്. എന്നാൽ ഇറാനിയൻ ഭരണകൂടം ഇത് ഉപയോഗിക്കുന്നത് സ്ത്രീകൾ ഹിജാബിട്ടാണോ പുറത്തിറങ്ങുന്നത് എന്ന് നോക്കാനാണ്. സ്വന്തം കാറിൽ വരെ ഹിജാബിട്ട് യാത്ര ചെയ്തില്ലെങ്കിൽ AI ടെക്നോളജിയിലൂടെ അത് മനസ്സിലാക്കി അവരെ ശിക്ഷിക്കാനുള്ള സിസ്റ്റം ഇറാനിലുണ്ട്. ഇതിൽ നിന്ന് ഇറാനിയൻ ഭരണകൂടത്തിന്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്തായാലും അത് രാജ്യത്തിന്റെ വികസനമല്ല. ഇന്ത്യയുടെ കാര്യം എടുത്താൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലേബർ ഫോഴ്സിലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. നമ്മുടെ കേരളം എടുത്താൽ ചില സ്ഥലങ്ങളിലെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ ആ വ്യത്യാസം നമുക്ക് ശരിക്കും കാണാവുന്നതാണ്. ഒരു 10 വർഷം മുമ്പൊക്കെ വളരെ കുറച്ച് സ്ത്രീകളായിരുന്നു ജോലിക്ക് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വളരെ കുറച്ച് സ്ത്രീകളാണ് ജോലിക്ക് പോകാതിരിക്കുന്നത്. പക്ഷെ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രശ്നം. അത് വേറൊരു വീഡിയോയുടെ വിഷയമാണ്. എന്തായാലും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെ സ്ത്രീകളെ ഒപ്രസ് ചെയ്ത് അവരെ വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങൾ സ്ത്രീകളുടെ വർക്ക് ഫോഴ്സിലെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതാക്കുന്നത് കൊണ്ട് അവരുടെ എക്കണോമിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയുടെ പകുതിയോളം ആളുകളെ വീട്ടിൽ തളച്ചിടുന്നത് കാരണം ഇതുപോലുള്ള രാജ്യങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചിലർ വന്ന് ഇയാൾ വീട്ടിലെ പണിയെടുക്കുന്ന സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുകയാണ്, അവരുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. സ്വന്തം ഇഷ്ടത്തോടെ ഒരു സോഷ്യൽ പ്രഷറും ഇല്ലാതെ ഹോം മേക്കർ ആകാൻ സ്ത്രീകൾ തീരുമാനിച്ചാൽ അതിലൊരു പ്രശ്നവുമില്ല. എന്നാൽ എന്തുകൊണ്ട് എപ്പോഴും അത് സ്ത്രീകൾ മാത്രമാകുന്നു? എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം സ്വയം പണം ഏൺ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആകാനുള്ള അവകാശം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു? എന്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെങ്കിലും ചില സമൂഹങ്ങൾ സ്ത്രീകളെ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല? ഇതൊക്കെയാണ് ഇവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങളെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.